ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടോ. ഇന്ന് പുറത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു ലോങ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കുകയാണ് വീഡിയോ ഒക്കെ. അപ്പം ഫ്രൈഡേ ആണ്. ഈ പോസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. ചിലപ്പം ഒന്ന് പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ വണ്ടി കാത്തിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഒരുപാട് വണ്ടിയുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വണ്ടി അലോഡ് അല്ലല്ലോ ഇവിടെ. പിന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ഹൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പം കുറേ ദിവസത്തിന് ശേഷം ഇന്ന് രാവിലെ എന്നെ ഡ്യൂട്ടിക്ക് വിളിച്ചായിരുന്നു കേട്ടോ. രാവിലെ ഡ്യൂട്ടിക്ക് വിളിച്ചത് കൊണ്ട് നേരത്തെ റൂമിൽ വന്ന് 3 മണിക്കൂറത്തെ ഡ്യൂട്ടി ഉണ്ടല്ലോ, നേരത്തെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം റൂമിലൊക്കെ ഇരുന്നതിന് ശേഷം ഒന്ന് പോകാൻ ഇറങ്ങിയതാണ്. അതുകൊണ്ട് പകൽ ഈ സമയത്ത് ഇറങ്ങിയല്ലേ, നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും നൈറ്റ് ആവാറാണ് പതിവ്. അപ്പോൾ വണ്ടി ബുക്ക് ചെയ്തിട്ടൊരു 10 മിനിറ്റായി, ഇതുവരെ ഇങ്ങ് എത്തിയിട്ടില്ല. വണ്ടി കാത്ത് നിൽക്കുകയാണ്. ഇനി പോകുമ്പോഴുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ നെസ്റ്റോയിലാണ് പോകുന്നത്. ഇപ്രാവശ്യവും നെസ്റ്റോയിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് 2 വണ്ടി കാണിച്ചു തരാവേ. ഇതൊക്കെയാണ് ഇക്ക കഴുകുന്ന വണ്ടി. ഇത് ഇവിടുത്തെ പയ്യൻ്റെ ഒരു പഴയ മോഡൽ കാറാണ്. എനിക്കിതിൻ്റെ പേരറിയത്തില്ല, ഇക്കാക്കറിയാം. ഇത് ഇവിടുത്തെ ബാബാടെ GMC ആണ് കേട്ടോ. പിന്നെ ആ കാണുന്ന വണ്ടി അത് ഇവിടുത്തെ പെങ്കൊച്ചിൻ്റെ വണ്ടിയാണ്. ഇത് ഇവിടുത്തെ പയ്യൻ്റെ വണ്ടിയാണ്. ഒരു ദിവസം ഇക്ക ഇവിടെ 5 കാറും 2 ബൈക്കാണ് കേട്ടോ കഴുകുന്നത്. ഇക്കയുടെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. 5 കാറുണ്ട്. പിന്നെ ഒരു BMW ഉണ്ട്, അത് മാമാടെ വണ്ടിയാണ്. അപ്പോൾ അവർ പുറത്ത് പോയിരിക്കുകയാണ്. BMWയിലാണ് ബാബായും മാമായും. എല്ലാ ദിവസവും വൈകുന്നേരം ചായ കുടിക്കാൻ പോവും. ഡെയിലി പോകത്തില്ല, ആഴ്ചയിലൊരു 2-3 ഡേയ്സ് എന്തായാലും പോവും. അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഈ വീട്ടിലുള്ളത്. പക്ഷേ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ ടാക്സി വേണം പോകാൻ. അപ്പോൾ നമ്മൾ ടാക്സി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വണ്ടി ഏതാണെന്നറിയാൻ വയ്യ, ഇപ്പം എത്തും. അങ്ങനെ ടാക്സി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടാക്സി ഉണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ പോയപ്പോഴും ഈ ടാക്സി വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ഈ ടാക്സി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളോട് ചോദിച്ചായിരുന്നു, ഞാൻ ഈ സ്ഥലത്ത് മുമ്പും വന്നിട്ടുണ്ട് നിങ്ങളെ കൂട്ടാനെന്നൊക്കെ കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ എന്താണ് വർക്ക്, നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി തരത്തില്ലേ, നിങ്ങൾ ഈ നാട്ടുകാരാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിവിടെ മെയ്ഡും ഹൗസ് ഡ്രൈവറുമാണ്, ഞങ്ങൾ ഭാര്യ ഭർത്താവാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി അലോഡല്ല, ഞങ്ങളിതുപോലെ ടാക്സി വിളിച്ചിട്ടാണ് പുറത്തോട്ടൊക്കെ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചാൽ അതെന്തിട്ട് ഇവിടെ വണ്ടി തരാത്ത നേരം. ഇവരിവിടെ വണ്ടി പൊതുവെ കൊടുക്കാറില്ല ആർക്കും. പിന്നെ പുള്ളിക്കാരൻ കുറച്ച് ലോങ് ആയിട്ടുള്ള ലൊക്കേഷനാണ് പുള്ളിക്കാരന് കിട്ടിയിരിക്കുന്നത്. എനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അതുവഴി പോകണ്ട, അതാകുമ്പോൾ കുറേ ചുറ്റണം, ഞാൻ പറയുന്ന വഴി കൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ സ്റ്റേയിലെത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഓക്കെ അങ്ങനെ പോകാം എന്നും പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ സംസാരിച്ചിട്ടാണ് പോയത്. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. വെയിലുണ്ടെങ്കിലും വലിയ ചൂടില്ല. നമ്മൾ വൈകുന്നേരമല്ലേ ഇറങ്ങിയത്, വലിയ ചൂടില്ല. പിന്നെ എല്ലാ പ്രാവശ്യം പോകുന്നതിനേക്കാളും കുറച്ചും കൂടി നേരത്തെയാണ് ഇപ്രാവശ്യം പോയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ തിരക്ക് കുറവാണ്, റോഡിലും തിരക്ക് കുറവാണ്, നമുക്ക് നെസ്റ്റോയിലും വലിയ തിരക്ക് കുറവായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ പകലിറങ്ങുമ്പോൾ ഒരു രസമാണ്. നെസ്റ്റോയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു കേട്ടോ. അവിടെ വണ്ടിയൊക്കെ കുറവായിരുന്നു, അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റും. ഒരുപാട് ആൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. കുറച്ച് നാളായി അവിടെ ഒരു ജ്വല്ലറി തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് ഉണ്ടായിരുന്നു എന്ന് വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതെന്തോ പൂട്ടി, ഇപ്പം പുതിയതാക്കി പണിതാണ്. പിന്നെ ഇന്ന് നമ്മൾ ഫുഡ് റൂമിലുണ്ടാക്കിയില്ല, എനിക്ക് രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഇന്നൊരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ബിരിയാണി, കബ്സ അങ്ങനെയൊക്കെയാണ് ഇരുന്നത്. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്നൊരു ബിരിയാണി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണിയാണ് ഞാൻ മേടിച്ചത്. ഇരിക്കുന്ന കബ്സയാണ് മേടിച്ചത്. പിന്നെ ചട്ടിപ്പത്തിരി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതൊരു പീസ് മേടിച്ച് തരണേന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇക്ക അതും ഒരു 2 പീസ് മേടിച്ചു. അതിന് ബിരിയാണി ഞാൻ തിന്ന് നോക്കുകയാണ്. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കധികം ചിക്കനോ പീസോ ഒന്നും വേണമെന്ന് താല്പര്യമൊന്നുമില്ല. കാരണം നമ്മളിവിടെ നാട്ടിൽ ചാളയും മത്തിയും കിട്ടുന്ന കണക്കാണ് ഇവിടെ ചിക്കന്. നാട്ടു ടേസ്റ്റും ഉണ്ടാവില്ല, ആ ഒരു രീതിയാണ് കേട്ടോ. അതിന് പിന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ്. സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. അങ്ങനെ ഞാൻ എന്നിട്ട് ഇക്കാക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ ഇക്ക അവിടെ പുറത്ത് നിന്ന്. അന്നേരം ഞാൻ ഇവിടെ ഒരു കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്നൊരു ബൈക്ക് കണ്ട്. അങ്ങനെ അതൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് നോക്കി. പിന്നെ ഞങ്ങൾ കയറി. നല്ല വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനങ്ങനെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. ഈ പച്ചക്കറി ഭാഗത്തെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ നേരെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. എന്തായിരുന്നു, ഈ യുദ്ധം ഇപ്പം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് വരെ നല്ല വില കൂടുതലായിരുന്നു കേട്ടോ സാധനങ്ങൾക്കെല്ലാം. ഇപ്പം ഇന്ന് വലിയ വിലയില്ല, കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഇച്ചിരി വിലക്കുറവ് തേങ്ങയിലും സവാളയിലും അങ്ങനെ കുറേ സാധനങ്ങൾക്കെല്ലാം കുറച്ച് വിലക്കുറവ് തോന്നി. പിന്നെ നമ്മൾ താഴെ സാധനങ്ങളെല്ലാം മേടിച്ച് അവിടെ വെച്ചിട്ട് മുകളിലോട്ട് വന്നു. വേറെ ഒന്നുമല്ല, അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഇൻഷാല്ലാ നാട്ടിൽ പോകണം. എനിക്കൊരു ഡ്രസ്സ് നോക്കുകയാണ് കേട്ടോ, നാട്ടിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. കൊള്ളാവോ? ആ ടോപ്പ് ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ ഇക്കാട് പറഞ്ഞു എന്തായാലും ഇപ്പോൾ അടുത്ത മാസം വരാമല്ലോ, അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കുറച്ചും കൂടി നല്ലത് നോക്കി ഒരെണ്ണം എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അത്യാവശ്യം നെക്സ്റ്റ് ഒരു നല്ല കളക്ഷൻസാണ് കേട്ടോ, അതിനൊരു കുറവില്ല. കാരണം ഞാൻ ആദ്യമൊക്കെ വരുന്ന സമയത്തൊക്കെ വലിയ ഡ്രസ്സിനോ അല്ല കളക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് പുതുക്കി പണിതപ്പോഴത്തേനും നല്ല കളക്ഷൻസാണ്. അത്യാവശ്യം വിലക്കുറവും പിന്നെ ടാബി വഴിയൊക്കെ മേടിക്കാനൊക്കെ പറ്റും. നമുക്ക് പൈസ ഇല്ലെങ്കിൽ 2-3 തവണയായിട്ട് അടച്ച് മേടിക്കാനൊക്കെ പറ്റുന്ന സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ചെരുപ്പ്, ഞാനിത് കഴിഞ്ഞ ആഴ്ച വന്നപ്പം ഞാൻ ഈ ചെരുപ്പ് നോക്കി വെച്ചിട്ടാണ് പോയത്. ഇക്ക നോക്കി വെച്ചിട്ട് പോയതാണ്, ഇപ്രാവശ്യം വരുമ്പോൾ നിനക്ക് മേടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ കാല് ഞാൻ ഇങ്ങനെ തേച്ച് വെച്ചാണ് നടക്കാറ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ തേച്ച് നടക്കുന്നതൊക്കെ മുതലാകുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക പറഞ്ഞു എന്തായാലും എടുക്കും, ഇനിയിപ്പം നാട്ടിൽ പോകുമ്പം ചെരുപ്പ് മേടിക്കാൻ നിൽക്കണ്ട, ഇനിയിപ്പോൾ ഇത് മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ആ ചെരുപ്പ് എടുത്ത് പിന്നെ കൊച്ചുങ്ങൾക്കൊക്കെ ഒന്ന് നോക്കിയതാണ്, ഒന്നും മേടിച്ചില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് മന്ത് എന്തെങ്കിലുമൊക്കെ മേടിക്കാം, ഇപ്പോഴേ മേടിച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയാണ്. അന്നേരം നല്ല കളക്ഷൻസൊക്കെ കുഞ്ഞുങ്ങളുടെ ആയാലും ജെൻസിൻ്റെ ആയാലും എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം നല്ല കളക്ഷൻസും ഉണ്ട്. ഇക്കായും ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പം ഇക്കായ്ക്കൊക്കെ നമ്മുടെ നാട്ടിലെ മെൻസ് വെയറിൽ നിന്ന് എടുക്കുന്നതിൻ്റെ അത്രയും ഇക്കായ്ക്കൊന്നും പിടിക്കൂല. പിന്നെ കുറേയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതുണ്ട്. അവരിക്ക പറഞ്ഞു എന്തായാലും ഇനിയിപ്പം പോകാൻ നേരമാകുമ്പോഴത്തേനും ഒരു ഷർട്ട് എടുക്കണമല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. അതിൽ എന്നെ വിളിച്ച് എൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കുന്ന ഒരു താത്തയുണ്ട് കേട്ടോ, ബുഷറ എന്ന് പറയുന്ന. പുള്ളിക്കാരുടെ ഉമ്മ കഴിഞ്ഞതിൻ്റെ അങ്ങാഴ്ച മരണപ്പെട്ടു പോയി. അപ്പം ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ പുള്ളിക്കാരിക്ക് സുഖമില്ല, അപ്പോൾ എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ. ബുഷറ എന്നാണ് ഇത്താടെ പേര്. അപ്പം ഇപ്പോൾ വിഷു ഒക്കെ അല്ലേ, അതുകൊണ്ട് നല്ല ജിംക്ക സെറ്റൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല കളറ്, നല്ല രസമുണ്ട് എല്ലാം കാണാൻ. സെറ്റ് സാരിയൊക്കെ കഴിഞ്ഞ് എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ. ഇതുണ്ടേ, ഇത് പിന്നെ കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് പോലുള്ള സാധനമാണ്. നല്ല കളക്ഷൻസാണ്, എല്ലാ ടൈപ്പും സാധനങ്ങൾക്കും നല്ല കളക്ഷൻസ് ഉണ്ട് നെസ്റ്റോയിൽ. പിന്നെ നമ്മളധികം കറങ്ങാനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ അപ്പോഴേ താഴെ വന്നു, കാരണം കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചത് ബില്ല് ചെയ്യണമായിരുന്നു. അതും ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാക്കി സാധനങ്ങളെല്ലാം ബില്ല് ചെയ്തിട്ട് നേരെ നമ്മൾ നെസ്റ്റോയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ടാക്സി വിളിച്ചല്ലേ വന്നത്, അപ്പോൾ തിരിച്ച് ടാക്സി വിളിച്ച് പോകണമല്ലോ. അതിനവിടെ പുറത്തിരിക്കുകയാണ്. പുറത്തിങ്ങനെ ഇരുന്നപ്പം അതുവഴി ടാക്സി വന്നു. അങ്ങനെ പിന്നെ കൈ കാണിച്ചു, അതിൽ കയറി. അപ്പോൾ അവർ നമ്മൾ നേരെ നമ്മുടെ റൂമിൽ കൊണ്ടാക്കി. പിന്നെ വന്നിട്ട് ഈ മേടിച്ച് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചൂര മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 2 കിലോൻ്റെ ചൂര മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളീ കട്ട് ചെയ്താണ് മേടിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്നതിനെ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കട്ട് ചെയ്ത് തരും. പിന്നെ അത് അവർ ഒരുമിച്ചാണ് തന്നത്. അതിപ്പോൾ നമ്മളൊരു 3 കീസാക്കി ഞാനിങ്ങനെ മാറ്റും. കാരണം തലയും വാല് ഭാഗമൊക്കെ
ഒരു സെറ്റ്, പിന്നെ കുറച്ച് മാംസങ്ങൾ 2 സെറ്റ് ഇട്ട്. അന്നേരം നമുക്ക് കുറച്ച് കറി വെച്ചാൽ മതിയല്ലോ. ആകുമ്പോൾ ഒരു വട്ടം വെക്കുന്നത് നമ്മൾ 2 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ എടുക്കാനും എളുപ്പമാണ്. ഇത് മൊത്തത്തിൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഐസ് പിടിച്ചിങ്ങനെ ഇരിക്കും. പിന്നെ അത്യാവശ്യം വലിയ മീനായിരുന്നു കേട്ടോ. അപ്പോൾ തല 2 പീസാക്കിയാണ് മേടിക്കുന്നത്. ഈ തലയും വാലും ഒരു കഷ്ണം മീനും കൂടി ഇടുമ്പോഴത്തേനും ഒരു കറിക്കുള്ളതായി. അപ്പോൾ നമുക്ക് 2 പേർക്ക് അത് മതിയല്ലോ. ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇത് മതി. പിന്നെ ഇവിടെ ബാബ മീൻ കൊണ്ടുവരുന്നത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അത് പക്ഷേ വല്ലതും വറുക്കാനൊക്കെ ആയിട്ട് എടുക്കത്തുള്ളൂ. കറി വെക്കാൻ ആ മീൻ ഞങ്ങളിപ്പോൾ എടുക്കൂല. കറി വയ്ക്കുമ്പോൾ എന്തോ ഒരു സ്മെല്ല് പോലെയാണ്. അങ്ങനെ ഞാനൊന്ന് കഴുകുകയാണ് കേട്ടോ. ഭയങ്കര ബ്ലഡ് ഉണ്ടായിരുന്നു. അപ്പം ഈ ബ്ലഡോടെ ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി. ഒരുപാട് വെള്ളത്തിൽ കഴുകിയില്ല, കാരണം നമ്മുടെ മീനിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകുമെന്ന് പറയാം ഈ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുമ്പോഴേ. അങ്ങനെ പിന്നെ ഒരു ഇച്ചിരി ഒന്ന് കഴുകിയിട്ട് നല്ല പീസാക്കിയാണ് അയച്ചിരുന്നത്. നമ്മൾ ഒരു 2-3 കഷ്ണമാക്കിയിട്ട് കറിയിലിടുന്നത്. പിന്നെ കറി വെക്കുന്നത് ഇക്കാണ് ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇക്കാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇവിടെ ആയതുകൊണ്ടാണ്, നാട്ടിൽ ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ ആയതുകൊണ്ടാണ്. അങ്ങനെ എന്താണ്ട് തലയും വാലും പിന്നെ മാംസ കഷ്ണങ്ങളൊക്കെ ആയിട്ട് 3 പാക്കറ്റായിട്ട് തിരിച്ച് ഇതെല്ലാം പിന്നെ ഫ്രീസറിലോട്ട് എടുത്ത് വെക്കുകയാണ്. ഇനി ഇത് നാളെ ഒരു ഇച്ചിരി എടുക്കും, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ 1 വീക്കിന് ആയിട്ടുള്ളതാണ് മേടിച്ച് വയ്ക്കുന്നത്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.